ഇപ്പോൾ ഇനി സാധാരണ മഴ എറണാകുളം ജില്ലയിൽ കനക്കുമ്പോൾ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറുന്നത് സാധാരണമാണ്. ഇന്നും ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. കൊച്ചിയിൽ നല്ല കനത്ത മഴയാണ്. എറണാകുളം ജില്ലയിൽ പൊതുവെ മഴ തകർക്കുകയാണ്. സൂര്യശ്രീ എറണാകുളത്തു നിന്നും തത്സമയം ചേരുന്നു. സൂര്യശ്രീ, ഗുഡ് മോർണിംഗ്. ആദ്യം ആലുവ ശിവക്ഷേത്രത്തിൻ്റെ കാര്യം പറയൂ. അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ എറണാകുളം ജില്ലയിലെമ്പാടും കനത്ത മഴയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വൃഷ്ടി പ്രദേശങ്ങളിൽ തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പെരിയാർ നദിയിലെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. പെരിയാർ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിലാണ് ആലുവ ശിവക്ഷേത്രത്തിലേക്ക് വലിയ രീതിയിൽ ഒരു വെള്ളം കയറിയിരിക്കുന്നത്. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിരിക്കുന്നത്. നദീതീരങ്ങളിലൊക്കെ തന്നെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും വൃഷ്ടിപ്രദേശങ്ങളിലും ഒക്കെ തന്നെ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. ഇത് പെരിയാർ നദിയിലും ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കാരണത്താൽ തന്നെ നദീതീരങ്ങളിലുള്ളവർ തന്നെ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആലുവയിലും അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി മേഖലകളിലും ഒക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴയും കാറ്റുമാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ അതിശക്തമായ കാറ്റിൽ ആലുവ ദേശീയപാത ഗ്യാരേജിന് സമീപത്തുള്ള ആൽമരം കടപുഴകി വീണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആലുവ മാർക്കറ്റിന് സമീപമുള്ള സർവീസ് റോഡുകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെമ്പാടും വലിയ രീതിയിൽ ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിൽ നിലവിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടപ്പള്ളി അതുപോലെ തന്നെ ആലുവ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ യാത്രക്കാരും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.